പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോടൊപ്പം അബ്ദുറൌഫ് കൊണ്ടോട്ടി. ഇന്ന് ഇസ്ലാഹി ടി വിയിൽ നാം ചർച്ച ചെയ്യുന്നത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. രാം നാരായണൻ എന്ന് പറയുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഒരു അതിഥി തൊഴിലാളി നമ്മുടെ കേരളത്തിലെത്തുന്നു. ഒരു വ്യാജമായ കളവ് കേസിൽ അദ്ദേഹത്തെ ജനക്കൂട്ടം വിചാരണ ചെയ്യുന്നു. ആൾക്കൂട്ട വിചാരണ ചെയ്ത് മർദ്ദിച്ച് അദ്ദേഹം മരണപ്പെടുന്നു. തികച്ചും അപലപനീയവും നമ്മുടെ നാടിൻ്റെ പേര് മൊത്തം കളയുന്ന രൂപത്തിലുള്ള ഈ പ്രവർത്തനത്തെ നമ്മളെല്ലാവരും അപലപിക്കേണ്ടതുണ്ട്. പ്രിയരെ, നാം മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ നിന്ന് ഞാനടക്കമുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന 24 ലക്ഷത്തിലധികം ആളുകൾ, കേരളത്തിൽ നിന്ന് നമ്മുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റു ലക്ഷങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിയന്ത്രിക്കുന്നതിൽ വരെ പ്രവാസികളുടെ പങ്ക് നമുക്കറിയാം. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ സാമ്പത്തിക നട്ടൽ എന്ന് വിശേഷിപ്പിക്കുന്നതും ഈ പ്രവാസികളാണ്. പക്ഷേ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു പ്രവാസിയുടെ ഈ ഒരവസ്ഥ കേരളം ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിലുള്ളതായിപ്പോയി. തീർച്ചയായും ഈ പ്രവർത്തനത്തെ നമ്മളെല്ലാവരും അപലപിക്കുന്നു. ആ കുടുംബത്തോടൊപ്പം നാം പങ്കുചേരുന്നു. ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, നാം പ്രവാസികളായിട്ട് വിദേശത്തുമുള്ള ആളുകളുടെ കാര്യത്തിൽ ആ നാടുകളിൽ നമുക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വവും നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും നമ്മളാക്കി മാറ്റുന്ന ഈ രാജ്യങ്ങളിലെല്ലാം നമ്മളോട് പുലർത്തുന്ന സമീപനവും എന്താണ് എന്ന് നമുക്കറിയാം. പക്ഷേ തിരിച്ചും നമ്മുടെ നാടുകളിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളായ നമ്മുടെ പൗരന്മാരായ ആളുകൾക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടാവുന്നതിൽ അത്യധികം നമ്മൾ ഖേദിക്കുകയാണ്. മാത്രവുമല്ല, അവരുടെ സുരക്ഷിതത്വം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന ആളുകളുടെ തൊഴിലിന് വേണ്ടി വരുന്ന ആളുകൾക്കും അവകാശങ്ങളുണ്ട്, അവരുടെ സുരക്ഷിതത്വമുണ്ട്. അത് അവരനുഭവിക്കത്തക്ക രൂപത്തിൽ അതിനു വേണ്ടിയുള്ള ശക്തമായ നടപടികൾ അല്ലെങ്കിൽ ശക്തമായ നിയമനിർമ്മാണം നമ്മുടെ സംസ്ഥാനത്ത് ഇനിയും രൂപപ്പെടേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, ഈ കാര്യത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബൃഹത്തായ ഒരു പഠനം നടന്നിട്ടുണ്ട്. നമ്മുടെ ഭരണാധികാരികൾ തീർച്ചയായും അത് മുഖവിലക്കെടുക്കുകയും അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രത്യേക സാഹചര്യം കൂടെ കണക്കിലെടുത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു വലിയ സംഭവമായി അല്ലെങ്കിൽ വലിയ ഒരു നേട്ടമായി നമ്മുടെ സംസ്ഥാനത്തിന് ചൂണ്ടിക്കാണിക്കാനാവും. ലോകത്തിലെല്ലായിടത്തും മാതൃക സൃഷ്ടിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളുടെ സംരക്ഷണം കൂടെ ഏറ്റെടുക്കുന്ന രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാവരുടെയും ചിന്ത, നമ്മളും പ്രവാസിയാണ്, രാം നാരായണനും പ്രവാസിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കുക. നാളെ ഇങ്ങനെ ഒരവസ്ഥ ഒരാൾക്കും നമ്മുടെ ഭാഗത്തു നിന്നോ നമുക്കോ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രതയും അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളും ഉണ്ടാവട്ടെ. അതിനുവേണ്ടി എല്ലാ പ്രവാസികളും പ്രവാസി സംഘടനകളും ഇത്തരമൊരു കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി അവരുടെ ന്യായനിലപാടുകളിൽ അവർ തീർച്ചയായും വേണ്ട രൂപത്തിൽ അവർക്ക് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ നമ്മളെല്ലാവരും പങ്കാളികളാവണമെന്നുകൂടെ നിങ്ങളെ അറിയിക്കുന്നതോടൊപ്പം ഇത്തരമൊരു സന്ദർഭം എനിക്ക് ഒരുക്കി തന്ന ഇസ്ലാഹി ടി വിക്ക് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും മുന്നേറാനാവട്ടെ, കൂടുതൽ ജനങ്ങളിലേക്ക് ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരാനാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ മരണപ്പെട്ട ആ പ്രിയ സഹോദരൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ഇതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.